ഹരേ കൃഷ്ണ. സുഗ്രീവൻ കിഷ്കിന്ധയിലെ രാജാവായ കഥയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞത് സുഗ്രീവൻ്റെ കഴുത്ത് ഞെരിച്ച് കൊല്ലുവാൻ ഒരുമ്പെട്ടു ബാലി. അത് കണ്ട് സുഗ്രീവപത്നി വിലപിച്ചുകൊണ്ട് ബാലിയെ തടഞ്ഞുവെന്നാണ് പറഞ്ഞു നിർത്തിയത്. ബാക്കി ഭാഗമാണ് പറയുവാൻ പോകുന്നത്. ബാലിക്ക് അടക്കാനാവാത്ത കോപമുണ്ടായി. അവളെയും അയാൾ ഉപദ്രവിച്ചു. ബാല്യയെ ആ ഉദ്യമത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ കിഷ്കിന്ധാവാസികൾ ആരും തന്നെ ധൈര്യപ്പെട്ടില്ല. ബാലിയുടെ പ്രഹരത്താൽ പീഡിതനായ സുഗ്രീവൻ ഓടി അവസാനം ബാലികേറാമലയുടെ ഋഷ്യമുഖാചലത്തിൽ അഭയം തേടി. തനിക്ക് അവിടെ പ്രവേശിക്കുവാൻ സാധിക്കാത്തതിലുള്ള കോപവും സുഗ്രീവനെ വധിക്കാൻ കഴിയാത്തതിലുള്ള വ്യസനം മൂലം ക്ഷുഭിതനായി തീർന്ന ബാലി വൻമരകൾ പിഴുതെടുത്ത് സുഗ്രീവന് നേരെ എറിഞ്ഞു. ആ സമയത്ത് ഗിരിസാനുവിൽ തപസ്സിൽ മുഴുകിയിരുന്ന ഹനുമാന്റെ സവിധത്തിൽ ആ വൃക്ഷം ചെന്നു വീണു. ധ്യാനത്തിൽ നിന്നുണർന്ന ഹനുമാൻ ജ്ഞാനദൃഷ്ടിയിലൂടെ കാര്യം ഗ്രഹിച്ചു. താൻ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നിരിക്കുന്നു. തൻ്റെ മിത്രമായ സുഗ്രീവൻ സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ടിരിക്കുന്നു. ബാലിയെ ഭയന്ന് ഋഷ്യമൂകാചലത്തിലെത്തപ്പെട്ടിരിക്കുന്നു. പാവം നല്ലവനായ സുഗ്രീവനെ ബാലി സംശയിച്ചിരിക്കുന്നു. എത്രയും വേഗം സുഗ്രീവൻ്റെ അടുത്ത് എത്തണം, അയാളെ ആശ്വസിപ്പിക്കണം എന്ന് നിശ്ചയിച്ചുകൊണ്ട് ഹനുമാൻ ഋഷ്യമുഖാചലത്തിൽ എത്തി. ആഞ്ജനേയൻ്റെ വരവ് കണ്ട് സുഗ്രീവൻ പൊട്ടിക്കരഞ്ഞു. നടന്ന സംഭവം മുഴുവൻ പറഞ്ഞു കേൾപ്പിച്ചു. ഹനുമാൻ പറഞ്ഞു, സുഗ്രീവ, സത്യം എന്നായാലും ജയിക്കുക തന്നെ ചെയ്യും. സമാധാനമായിരിക്കുക. വിധിയെ തടുക്കാൻ ആരാലും സാധ്യമല്ല. ഇനിയുള്ള കാലം നിനക്ക് നന്മയുണ്ടാകും. ഹനുമാന്റെ ഉപദേശം കേട്ട് സുഗ്രീവൻ ഈശ്വരനെ മാത്രം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ദിനരാത്രങ്ങൾ തള്ളി നീക്കി. ബാലിയാൽ പീഡിപ്പിക്കപ്പെട്ട സുഗ്രീവൻ സകലതും നഷ്ടപ്പെട്ട് ദുഃഖിതനായി ഋഷ്യമുഖാചലത്തിൽ തന്നെ കഴിഞ്ഞുകൂടി. ആ സമയത്ത് സുഗ്രീവന് താങ്ങും തണലും ആശ്വാസവുമായിരുന്നത് ശ്രീ ഹനുമാൻ സ്വാമിയായിരുന്നു. ഹരേ കൃഷ്ണ. ഇതിൻ്റെ ബാക്കി അടുത്ത ഭാഗത്തിൽ ബാലി ഹനുമാനുമായി സഖ്യം ചെയ്യുന്ന ഭാഗമാണ് അടുത്ത ഭാഗം. ഹരേ കൃഷ്ണ.